Hello students, last class നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ടു പാർട്ടിക്കിൾ സിസ്റ്റം ഇക്വേഷൻ എല്ലാവരുടെയും മെമ്മറിയിൽ ഉണ്ടല്ലോ അല്ലേ? എന്താണ് ഇക്വേഷൻ? യെസ്, പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് RCM ഈസ് ഈക്വൽ ടു, അതായത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ m1r1 പ്ലസ് m2r2 ബൈ m1 പ്ലസ് m2. സോ മെനി മാസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? m1r1 plus m2r2 plus m3r3 plus etc mnrn by total mass. അതിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ എന്താ? നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വേറെ വേറെ കാണും അല്ലേ? ഇതാ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ XCM എന്ന് പറയും അല്ലേ? XCM കാണാനുള്ള ഇക്വേഷൻ എന്താണ്? m1x1 plus m2x2 by m1 plus m2. അതുപോലെ YCM കാണാനുള്ള ഇക്വേഷൻ എന്താണ്? m1y1 plus m2y2 by m1 plus m2. 3 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് സെറ്റ് കോർഡിനേറ്റ് കൂടെ വരും കേട്ടോ. അതുപോലെ തന്നെ ഈ XCMും YCMും കണ്ടാൽ നമുക്ക് RCM എങ്ങനെ കാണാം? എല്ലാവർക്കും അറിയാം, RCM ഈസ് ഈക്വൽ ടു XCM കണ്ടുപിടിച്ചതിന് ശേഷം I ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് YCM ഇൻറ്റു J ക്യാപ്പ്. ഇനി RCMൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് XCM സ്ക്വയർ പ്ലസ് YCM സ്ക്വയർ. പിന്നെ നിങ്ങൾക്ക് അറിയാം XCMും YCMും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ലാസ്റ്റ് ടേം എടുക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസുകളിലേക്ക് പോവാം. നോക്കൂ, പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസിൽ തന്നെ നോക്കൂ, m1 m2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ലെറ്റ് us assume m2 is slightly greater than m1. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ആർക്ക് ക്ലോസ് ആയിരിക്കും? m2നോട് ക്ലോസ് ആയിരിക്കും. നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ദെൻ നിങ്ങൾ നോക്കൂ, ടോട്ടൽ സെപ്പറേഷൻ ബിറ്റ്വീൻ m1 ആൻഡ് m2 ഈസ് d. m1 ആൻഡ് m2 ഈസ് d. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൽ നിന്നും m1ലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r1. സിമിലർലി m2ലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r2. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒറിജിൻ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്നു? സെൻറ്റർ ഓഫ് മാസിൽ സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇത് x ആണ്, ഇത് y ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 0. സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 0. നോ ഡൗട്ട്, സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 0. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മസ്റ്റാണ്, എന്തായിരിക്കും അറിയോ? RCM ഈക്വൽ ടു നമ്മൾ എന്ത് സെറ്റ് ചെയ്തു? 0. RCM ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം m1r1 പ്ലസ് m2r2 ബൈ m1 പ്ലസ് m2 ഈക്വൽ 0. ഡിനോമിനേറ്ററിൽ m1 പ്ലസ് m2 ഉണ്ട്. നിങ്ങൾക്കറിയാം റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് m1r1 പ്ലസ് m2r2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ m1r1 ഈസ് ഈക്വൽ ടു മൈനസ് m2r2. ക്ലിയർ അല്ലേ? m1r1 ഈക്വൽ ടു m2r2. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ? നിങ്ങൾ ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ മൈനസ് ആക്കി എടുക്കണം. അതിന് മുന്നേ നമ്മൾ റിസൾട്ട് കണ്ടു നോക്കൂ. ഇത് എന്താണ് ഈ റിസൾട്ട്? m1r1 പ്ലസ് m2r2 ഈക്വൽ 0. എന്താ? സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ m1 ഇൻറ്റു r1 ഈസ് കാൾഡ് മൊമെന്റ് ഓഫ് m1. കമോൺ, മൊമെന്റ് ഓഫ് m1. സിമിലർലി m2r2 ഈസ് മൊമെന്റ് ഓഫ് m2. m1r1 ഈസ് ദ മൊമെന്റ് ഓഫ് m1 വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ്. m2r2 is the moment of m2 with respect to center of mass. അങ്ങനെയാണെങ്കിൽ m1r1 പ്ലസ് m2r2 എന്തായിരിക്കണം? 0 ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് മാസ്. സോ ഓർമ്മിച്ച് വെച്ചോളൂ, സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് R1ഉം R2ഉം കാണാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. R1 ഈസ് ഈക്വൽ ടു m2d ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2.
R2 ഈക്വൽ ടു M1D ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. എങ്ങനെ നമുക്കത് ഡിറൈവ് ചെയ്യാം നോക്കൂ. നമുക്ക് ഈ ഇക്വേഷനിലോട്ട് വീണ്ടും വരാം. M1R1 പ്ലസ് M2R2 ഈക്വൽ ടു നമുക്കറിയാം 0 വരും എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ M1R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് M2R2വിനോട് ഈക്വൽ ആവണ്ടേ? കാരണം M1R1 ഈക്വൽ ടു മൈനസ് M2R2, മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ M1R1 ഈക്വൽ ടു M2R2. ഇനി നമുക്ക് R1 കാണണം അല്ലേ? അപ്പോൾ M1R1 ഈക്വൽ ടു നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതാം? M2 ഇൻറ്റു D മൈനസ് R1. കറക്റ്റ് അല്ലേ? കാരണം R1 R2 കൂടെ ആഡ് ചെയ്താൽ D വരുന്നു. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റീപ്ലേസ് R2 ബൈ D മൈനസ് R1. സോ M1R1 ഈക്വൽ ടു M2D മൈനസ് M2R1. Then you take M2R1 to left hand side. So R1 into M1 plus M2 ശരിയല്ലേ? ഇത് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. R1 into M1 plus M2 ഈസ് ഈക്വൽ ടു നമുക്ക് M2D എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ R1 കാണാനുള്ള ഇക്വേഷൻ ആണ് M2D ഡിവൈഡഡ് ബൈ M1 plus M2. See, this is the origin. And at the same point we assume center of mass is there, then this distance R1 is equal to M2D divided by M1 plus M2. Okay, base concept എന്താണ്? About center of mass M1R1ഉം M2R2ഉം വെക്ടോറിയലി ആഡ് ചെയ്താൽ എന്ത് വരണം? 0 വരണം. Sum of moments about the center of mass is 0. Okay, then നമുക്ക് R2 കാണാം. R2 കാണാൻ എന്താ ചെയ്യാം? R2 ഈസ് ഈക്വൽ ടു നമുക്ക് D മൈനസ് R1 എടുത്താൽ പോരെ? കാരണം R1 പ്ലസ് R2 ആണല്ലോ D. അങ്ങനെയാണെങ്കിൽ R2 ഈസ് ഈക്വൽ ടു D മൈനസ് M2D ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റിസൾട്ട് കിട്ടും. R2 ഈസ് ഈക്വൽ ടു M1D ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തു. R1 ഈസ് ഈക്വൽ ടു M2D ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ക്ലിയർ അല്ലേ? അപ്പോൾ M1 ആൻഡ് M2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് D. Let us assume this is the position of center of mass. About that point M1R1 plus M2R2 equal to 0. You must add vectorially. So magnitude of M1R1 equal to magnitude of M2R2. From this we can solve like this. R1 is equal to M2D divided by M1 plus M2. R2 is equal to M1D by M1 plus M2. ഇതിൽ മാസ് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കൂ നിങ്ങൾ. മാസ് ഈക്വൽ ആണെങ്കിൽ എന്താ കിട്ടുക? R1 ഈസ് ഈക്വൽ ടു മാസ് ഈക്വൽ ആയുള്ള കേസാട്ടോ ഇനി പറയുന്നത്. മാസ് ഈക്വൽ ആയാൽ M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആയിരുന്നെങ്കിൽ, അതായത് രണ്ടുപേരുടെയും മാസ് ഈക്വൽ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ എന്തായിരിക്കും ആൻസർ. ഒന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? അങ്ങനെയാണെങ്കിൽ R1 ഈസ് ഈക്വൽ ടു MD by 2M, that is D by 2. അപ്പോൾ പിന്നെ R2 എന്ത് തന്നെയായിരിക്കും? ഇറ്റ് ഈസ് അഗെയിൻ D by 2. ഓക്കെ, അപ്പോൾ രണ്ട് ബോഡികളിലെയും മാസ് ഈക്വൽ ആയാൽ സെൻറ്റർ ഓഫ് മാസ് ലൈ അറ്റ് എ പോയിന്റ് വേർ the midpoint of the line joining M1 and M2, midpoint of the line joining the two masses, provided രണ്ടുപേരുടെയും മാസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് ഓർമ്മിച്ച് വെച്ചോളൂ. രണ്ട് മാസുകൾ, ഇപ്പോൾ കാർബൺ മോണോക്സൈഡ്, കാർബൺ അതുപോലെ ഓക്സിജൻ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. ദെൻ വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് കാർബൺ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ഓക്സിജൻ എന്ന് ചോദിക്കാം. നമ്മൾ ഈ മെത്തേഡിൽ പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. NCERT ബുക്കിൽ ഒരു വർക്ക് ഔട്ട് എക്സാമ്പിൾ ചെയ്താലോ? എക്സാമ്പിൾ 7.1. ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് 3 particles at the vertices of an equilateral triangle. The masses of the particles are 100 gram, 150 gram, 200 gram. Each side of the equilateral triangle is 0.5 meter long. ഇപ്പോൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന 3 മാസുകൾ 100 gram, 150 gram, 200 gram. They are placed at the
വെർട്ടീസസ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ സൈഡ് എല്ലാം സെയിം ആണല്ലോ അല്ലേ. പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈച്ച് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 0.5 മീറ്റർ ലോങ്. അപ്പോൾ 0.5 മീറ്റർ, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതും 0.5 ആണ്, ഇതും 0.5 ആണ്. എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം അല്ലേ. സെൻറ്റർ ഓഫ് മാസ് കറക്റ്റ് സെൻട്രൽ വരുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിൽ വരുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ 3 പേരുടെയും മാസുകൾ ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഫിഗറിൽ 3 പേരുടെയും മാസ് ഈക്വൽ ആണോ? അല്ലല്ലോ. 100, 150, 200. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളത് ആരാ? 200 ഗ്രാം ആണല്ലോ. മറ്റ് 2 പേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെവി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സെൻറ്റർ ഓഫ് മാസ് എവിടെയല്ല? സെൻട്രൽ അല്ല, സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ അല്ല. ഇറ്റ് ഈസ് സംവാട്ട് ക്ലോസ് ടു ദാറ്റ് 2 masses, 200 ഗ്രാം ആൻഡ് 150 ഗ്രാം. ഇയാളുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരേക്ക് പോയിട്ടുണ്ടാവും. എന്താ കാരണം? ഇയാളുടെ മാസ് കുറവല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 മാസും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ബൗണ്ടറിക്ക് അകത്തായിരിക്കും. സെൻട്രോയിഡിലാവണമെങ്കിൽ 3 പേരുടെയും മാസുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? യെസ്. ഇനി നമുക്ക് 100 ഗ്രാം ഇവിടെ തന്നെ ചൂസ് ചെയ്യണോ, ഇവിടെ ചൂസ് ചെയ്യണോ, എവിടെ ചൂസ് ചെയ്യണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രോബ്ലത്തിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയെന്നേ ചോദിച്ചിട്ടുള്ളൂ. പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാസിനെ നിങ്ങൾക്ക് ഒറിജിനിൽ വെക്കാം, നോ ഇഷ്യൂസ്. എന്നിട്ട് ലാസ്റ്റ് ആൻസർ പറയുമ്പോൾ പറഞ്ഞാൽ മതി, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദിസ് മച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സ് ഓഫ് ഒറിജിൻ. നിങ്ങൾ എവിടെയാണോ ഒറിജിൻ ചൂസ് ചെയ്തത് അതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വാല്യൂ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളൂ, 100, 150, 200 സെൻറ്റർ ഓഫ് മാസ് ഞാൻ ഇതായി ഗസ് ചെയ്തു ഈ പോയിന്റിലാണെന്ന്. ദാറ്റ് റിമെയിൻ സെയിം. മാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലേ ഇത് മാറുള്ളൂ. അപ്പോൾ ഒരു ഗിവൺ അറേഞ്ച്മെൻറ്റിൽ സെൻറ്റർ ഓഫ് മാസ് റിമെയിൻ അറ്റ് ദ സെയിം പൊസിഷൻ. ഇനി പൊസിഷൻ വെക്ടർ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ആദ്യം ഏത് പോയിന്റിനെയാണ് നിങ്ങൾ ഒറിജിനായി ചൂസ് ചെയ്തതെന്ന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നു, 100 ഗ്രാം ഒറിജിനലാണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 100 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറയൂ നിങ്ങൾ. 100 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് കമോൺ. അയാളെ നമ്മൾ ഒറിജിനൽ പ്ലേസ് ചെയ്തതുകൊണ്ട് അയാളുടെ കോർഡിനേറ്റ്സ് നോ ഡൗട്ട് ഇറ്റ് ഈസ് 0, 0. ക്ലിയർ ആണല്ലോ. ദെൻ 150 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് പറയൂ. 150 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് നോക്കൂ, ഇത് y, ഇത് x. അപ്പോൾ ഇത് XY പ്ലെയിൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 150 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് മച്ച് ഡിസ്റ്റൻസ് അല്ലേ വരുന്നത്? അതെത്രയാണ്? കമോൺ, 0.5 തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ സൈഡ് 0.5 ആണെന്ന്. പക്ഷെ y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, അത് 0. അതുകൊണ്ടാണ് അതിൻ്റെ കോർഡിനേറ്റ് 0.50 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ 200 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. 200 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ പറയൂ. 200 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? നോക്കൂ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 0.5 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ലെങ്ത് അല്ലേ വരിക. അതുകൊണ്ടാണ് 0.25 വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് കിട്ടി നമുക്ക്? എക്സ് കോർഡിനേറ്റ് കിട്ടി അല്ലേ, 0.25. ഇനി എന്തുകൂടെ കാണണം? നമുക്ക് അതിൻ്റെ y കോർഡിനേറ്റ് കൂടെ വേണം. അതിന് കുറച്ച് ട്രിഗണോമെട്രി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കൂ, ഈ ലെങ്ത് അല്ലേ y കോർഡിനേറ്റ്. ആ y കോർഡിനേറ്റ് കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് കാണണം. എങ്ങനെ കാണും? നിങ്ങൾ പറയും എങ്ങനെ കാണും? ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡ് അറിയാം 0.5 ആണെന്ന്, ഈ സൈഡും നമുക്കറിയാം. നമുക്ക് വേണ്ടത് ഈ സൈഡല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ട്രയാങ്കിൾ ആണല്ലോ. ആ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ ഈസികൾ നമുക്ക് എന്താ എഴുതാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഞാൻ പറയട്ടെ, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. വേണ്ടേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആംഗിൾ 60 ഡിഗ്രി അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ സൈൻ 60 ഈസ് ഈക്വൽ ടു
കമോൺ പറയൂ. സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്കതിനെ y3 എന്ന് എടുക്കാം. y3 നമുക്ക് അറിയില്ല വാല്യൂ എന്താണെന്ന് അറിയില്ല. y3 ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 0.5. സൈൻ 60 എന്ന് പറയുമ്പോൾ √3/2 അല്ലേ അല്ലേ? അപ്പോൾ നമുക്കെന്ത് കിട്ടി? √3/2 ഈസ് ഈക്വൽ ടു y3 ബൈ 0.5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? y3 ഈസ് ഈക്വൽ ടു കമോൺ നിങ്ങൾ പറയൂ. y3 ഈസ് ഈക്വൽ ടു √3/4 ആണല്ലോ. ഇതാ 0.5 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് 1/2 ആയി. 2 താഴേക്ക് വന്നു. 2 2 4 ആയി. √3/4. അപ്പോൾ നമുക്കത് കിട്ടി. ഇറ്റ് ഈസ് √3/4. ക്ലിയർ ആയല്ലോ? അപ്പോൾ 100 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് 0 0, 150 ഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് 0.50. ഇത് മാത്രം നമ്മൾ ട്രിഗണോമെട്രി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് കോർഡിനേറ്റ് ഈസിയാണ്, 0.25 ആണ്. വൈ കോർഡിനേറ്റ് നമ്മളിതാ ഈ ലെങ്ത് നമ്മൾ ട്രിഗണോമെട്രി വെച്ച് കണ്ടുപിടിച്ചു. ഇപ്പോൾ NCERT ബുക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 0 0, 0.50, 0.25 കണ്ടോ. 0.25 × √3 എന്നാണ്. ശരിയല്ലേ? കാരണം 1/4 എന്ന് പറയുമ്പോൾ 0.25 ആണ്. അതുകൊണ്ടാണ് 0.25 × √3 എന്ന് NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ് സെറ്റ് ചെയ്ത് എല്ലാവരും ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. നോക്കൂ, ഇതാ നമുക്ക് എക്സ് സീമും വൈ സീമും വേറെ വേറെ കാണാം. നോക്കൂ, നമ്മൾ ലെറ്റസ് ആസ്യൂം ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. നമുക്ക് കറക്റ്റ് പോയിന്റ് എവിടെയാണെന്നൊന്നും അറിയില്ല. നമ്മളൊരു പോയിന്റ് അങ്ങ് ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മളിതാ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ലൈനെയാണ് നമ്മൾ എക്സ് സി എം എന്ന് പറയുന്നത്. അതായത് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അതിൽ നമ്മൾ എക്സ് കോർഡിനേറ്റ് മാത്രം പറയുന്നു. ഓക്കെ, എക്സ് സി എം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എക്സ് സി എം ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ബൈ m1 പ്ലസ് m2 പ്ലസ് m3. എന്തുകൊണ്ടാണ് m3 x3 കൂടെ വന്നത്? 3 മാസം ഉണ്ട്, അതുകൊണ്ട്. ഇപ്പം നോക്കൂ, m1 x1 100 ഗ്രാം ഇൻറ്റു 0, 100 ഗ്രാം ഇൻറ്റു 0. രണ്ടാമത്തെ ആൾ 150 ഗ്രാം ഇൻറ്റു 0.5, 150 ഇൻറ്റു 0.5. മൂന്നാമത്തെ ആൾ ഇതാ ഇവിടെ ഇരിക്കുന്നു, 200 ഇൻറ്റു 0.25, 200 ഇൻറ്റു 0.25 ബൈ ടോട്ടൽ മാസ്. ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ 100 പ്ലസ് 150 പ്ലസ് 200 എല്ലാം ഗ്രാമിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും എക്സ് സി എം ഈസ് ഈക്വൽ 5/18 മീറ്റർ. ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് ആണ് ഇപ്പോൾ കിട്ടിയത് നമുക്ക്, 5/18 മീറ്റർ. അപ്പോൾ എക്സ് സി എം ഈസ് ഈക്വൽ നമുക്ക് വെക്ടോറിയൽ എങ്ങനെ എഴുതാം? എക്സ് സി എം ഈസ് ഈക്വൽ ടു, നമ്മൾ ഇവിടെ വെക്ടർ സിമ്പിൾ ഇടാത്തതിന് കാരണം എന്താ? നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഇനി അയാളെ വെക്ടർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് സി എം ഈസ് ഈക്വൽ ടു 5/18 ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് കൊടുത്താൽ വെക്ടർ ആയില്ലേ? ഓക്കെ, ദെൻ സിമിലർലി നമുക്ക് വൈ കോർഡിനേറ്റ് വേണം. ഈ ലെങ്ത് ആണല്ലോ വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് കാണാം, m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 ബൈ ടോട്ടൽ മാസ്. m1 y1, m1 എത്രയാ? 100 ഗ്രാം. y1 എത്രയാ? 0, കാരണം ഒറിജിനൽ 0 അല്ലേ. m2 y2 നോക്കാം. m2 y2 എന്ന് പറയുമ്പോൾ 150 ഇൻറ്റു 0, അഗെയിൻ 150 ഇൻറ്റു 0, അതും പോയി. തേർഡ് വരുന്നത് എത്രയാണ്? 200 ഇൻറ്റു 0.25 √3, 200 ഇൻറ്റു 0.25 √3 ബൈ ടോട്ടൽ മാസ്. ന്യൂമറേറ്ററിലും ഗ്രാമാണ്, ഡിനോമിനേറ്ററിലും ഗ്രാമാണ്. അപ്പോൾ പിന്നെ കൺവേർഷൻ ഒന്നും ആവശ്യമില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/√3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസും കിട്ടി. വൈ കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞത്? 1/3√3 ഇൻറ്റു ജെ ക്യാപ്. ഓക്കെ, ഇത്രയാണ് NCERT ബുക്കിൽ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ പൊസിഷൻ വെക്ടർ പറയണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ, അറ്റ് ദ ഒറിജിൻ യു പ്ലേസ് 100 ഗ്രാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയാണോ ഒറിജിൻ ചൂസ് ചെയ്യുന്ന ആദ്യം പറയണം. ഞാൻ പറഞ്ഞു 100 ഗ്രാമിൻ്റെ എവിടെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇവിടേക്ക് വരയ്ക്കുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ദാറ്റ് ഈസ് RCM. നോക്കൂ, അപ്പോൾ ഈ ഗ്രീൻ കളർ ലൈനെയാണ് ഞാൻ RCM എന്ന് പറയുന്നത്. RCM, കമോൺ. അപ്പോൾ RCM കാണാൻ എന്താ ചെയ്യുക? RCM ഈസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് എത്രയായിരുന്നു? 5/18 ഐ ക്യാപ് പ്ലസ് 1/3√3 ജെ ക്യാപ്പ് എന്ന് എഴുതണം. ബുക്കുകളിൽ ചിലപ്പോൾ കോർഡിനേറ്റ്സ് മാത്രം എഴുതും, 5/18 1/3√3 എന്ന് എഴുതി വയ്ക്കും. ഇനി RCMൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയട്ടെ. RCM ഈസ് ഈക്വൽ √ ഓഫ്, ഇതൊന്നും പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ കാണുന്നു,
5/18 all square plus 1/3√3 the all square എന്താണോ കിട്ടുന്നത് നിങ്ങൾ സോൾവ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് പൊസഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്, ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ അല്ലേ? വെക്ടർ കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. അപ്പോൾ ഈ ലൈനിന്റെ ലെങ്ത് ചോദിച്ചാൽ, ഈ ലൈൻ ഉണ്ടല്ലോ ഒറിജിനിൽ നിന്നും ഇവിടേക്കുള്ള ലെങ്ത്, അതാണ് RCM. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 5/18 all square plus 1/3√3 the whole square. ഇനി നിങ്ങൾ പറയണം, നിങ്ങളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ 3 particles അല്ലേ? ഇനി നിങ്ങൾക്ക് പറയാം we place 100 gram at the origin, 150 gram there, 200 gram here, then the position vector of center of mass with respect to 100 gram is this much. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതറിയോ? നിങ്ങൾ ഒറിജിനായി ചൂസ് ചെയ്യുന്നത് 150 gram അല്ലെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ കോർഡിനേറ്റ് 0 0 ആക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എന്ത് മാറും? ആ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് എ ഡിഫറെന്റ് വാല്യൂ. പക്ഷേ ഞാൻ പറഞ്ഞു പൊസിഷൻ മാറില്ല കേട്ടോ. സെന്റർ ഓഫ് മാസ് ഇപ്പൊ ഇവിടെ 100 വെച്ചു, ഇവിടെ 150 വെച്ചു, ഇവിടെ 200 വെച്ചാൽ ഉറപ്പായും സെന്റർ ഓഫ് മാസ് ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു 3 പേരുടെയും മാസ് ഈക്വൽ ആയിരുന്നെങ്കിൽ അത് എവിടെ വരുമായിരുന്നു? സെൻട്രോയിഡിൽ വരുമായിരുന്നു. ഇവിടെ സെൻട്രോയിഡിൽ വരാത്തതിന് കാരണം ഇവർ 2 പേരുടെയും മാസ് ഇവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കൂ. 5/18 5/18 I ക്യാപ്പ് ആണ് XCM, 1/3√3 ഈ ലെങ്ത് ആണ് YCM. അങ്ങനെ ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ RCM എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് 100 gram കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡയറക്റ്റായിട്ട് RCM കാണുകയല്ല ചെയ്യുക. പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കാണുന്നതിന് പകരം ആദ്യം സെന്റർ ഓഫ് മാസിന്റെ X കോർഡിനേറ്റ് കാണും, ദെൻ Y കോർഡിനേറ്റ് കാണും, ദെൻ അവരെ വെക്ടോറിയലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പൊസിഷൻ വെക്ടർ കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ക്ലിയർ ആണല്ലോ അല്ലേ? എക്സാമ്പിൾ 7.2 ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തായിരുന്നു? ട്രയാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ? ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. യൂണിഫോം തിക്കുള്ള ട്രയാങ്കുലർ ലാമിനയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ലൈ അറ്റ് എ പോയിന്റ് വേർ സെൻട്രോയിഡ്, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻ. അതുപോലെ ഒരു റെക്ടാങ്കുലർ ലാമിനയാണെങ്കിലോ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? റെക്ടാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ്, യെസ് ഇറ്റ് ഈസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ്. അത് നിങ്ങൾ NCERT ബുക്ക് വായിക്കണം. ദ NCERT 7.3 ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ യൂണിഫോം L shaped lamina, L shaped thin flat plate with dimensions as shown. Mass of the lamina is 3 kilogram. 3 kilogram ആണ് ഈ ലാമിനയുടെ L shaped ലാമിനയുടെ ടോട്ടൽ മാസ്. ഓക്കെ, ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബുക്കിൽ ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്താ അറിയോ? ഈ 3 കിലോഗ്രാമിനെ 3 1 കിലോഗ്രാം പീസുകളായിട്ട് അങ്ങ് മുറിച്ചു. ഇമാജിൻ ചെയ്യുക, ദ L shaped lamina is made of 3 equal masses, 1 kilogram 1 kilogram 1 kilogram each. ടോട്ടൽ മാസാണ് പ്രോബ്ലത്തിൽ 3 കിലോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു 3 ഡിവൈഡ് ചെയ്യുന്നു, ഓരോന്നും 1 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചോളൂ. ഒരു ഗസ് വർക്ക് നടത്താം നമുക്ക് ആദ്യം. നോക്കൂ, ഇതൊരു സ്ക്വയർ ലാമിന ആയിരുന്നെങ്കിൽ ഇവിടെ കൂടെ എന്തുണ്ടായിരുന്നു? ഈ L ഷേപ്പ് അല്ലാതെ ഒരു സ്ക്വയർ ആയിരുന്നു എന്ന് വിചാരിക്കൂ. സ്ക്വയർ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? യൂണിഫോം തിക്കായ സ്ക്വയർ ലാമിനയാണെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റിലല്ലേ വരേണ്ടത്? ഞാൻ പറഞ്ഞു L ഷേപ്ഡ് ലാമിനയ്ക്കല്ല, സ്ക്വയർ ലാമിനയുടെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾ അങ്ങ് മുറിച്ചു മാറ്റി എന്ന് വിചാരിച്ചോളൂ. മുറിച്ചു മാറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? സെൻറ്റർ ഓഫ് മാസ് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുക അതോ ഇവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യുക? നോ ഡൗട്ട് ഈ ഭാഗത്ത് മാസ് അല്ലെങ്കിൽ ഇവിടെ വേക്കൻ്റ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ ലാമിനയുടെ ഇവിടെയാണ് വരുന്നതെങ്കിൽ L ഷേപ്ഡ് ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ്
ഇത്തിരി ഇതാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമുക്കിതാ ഇവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ഇവിടെ ആയിരിക്കണം. ക്ലിയർ ആയോ? ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്? നിങ്ങൾക്കറിയാം, അവിടുന്ന് ഒരു പീസ് പോയാൽ അത്രയും മാസ് ഒഴിവായി പോയല്ലോ. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഇത്തിരി ഉള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റിംഗ് വെച്ചും ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇത് NCERT ബുക്കിലെ പ്രൊസീജിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, സ്കൂൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി നോക്കൂ നിങ്ങൾ, ഇതാ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു കാര്യം ചെയ്തു, ഇതൊക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 2 0, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 2 1 1 1 1 2 0 2. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ എൻ്റയർ ലെങ്ത് 2 മീറ്റർ ആണെന്ന് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആരാ? ഇത് ഒറിജിനായി ചൂസ് ചെയ്താൽ ഇതാണ് XCM. ഓക്കെ, അതുപോലെ ഈ ഡിസ്റ്റൻസ് ആണ് ആര്? YCM. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതാ ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണല്ലോ നമ്മൾ RCM എന്ന് പറയുന്നത്. RCM മീൻസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. 2 ഡയമെൻഷൻ ആണ്, കാരണം ഒരു പ്ലേറ്റ് ആണല്ലോ. പ്ലേറ്റ് ആയതുകൊണ്ട് 2 ഡയമെൻഷണൽ ജോമെട്രിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 3 ഡയമെൻഷൻ്റെ ആവശ്യമില്ല, കാരണം സെറ്റ് കോർഡിനേറ്റ് ഇല്ല. ക്ലിയർ? നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ദാ അപ്പോൾ ലെറ്റ് us assume സെൻറ്റർ ഓഫ് മാസ് ഈസ് ഹിയർ. ദാ ഈ ലെങ്ത് ആണ് XCM. നമുക്ക് XCM കാണാം. XCM ഈസ് ഈക്വൽ ടു M1 x1 plus M2 x2 plus M3 x3 by M1 plus M2 plus M3. ഇതിൽ M1 എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇയാളുടെ മാസാണ് M1, ഇയാളുടെ മാസാണ് M2, ഇയാളുടെ മാസാണ് M3. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഞാൻ ആ ഓരോരുത്തരുടെയും കോർഡിനേറ്റ്സ് ഒന്ന് പറയാം കേട്ടോ. ഇതിൽ C1 എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നിങ്ങളൊന്ന് പറയൂ. ഇയാളുടെ മാസ് നിങ്ങൾ M1 എന്ന് വിചാരിച്ചോളൂ. ഇയാളുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ആ M1 എന്ന് പറയുന്ന മാസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് x1 y1 എന്ന് എടുക്കാം. x1 y1 എത്രയാ വരിക നിങ്ങൾ പറയൂ? x1 y1 ഇതാ ഈ ടോട്ടൽ ലെങ്ത് 2 മീറ്റർ. അപ്പോൾ ഇതുവരെയുള്ള ലെങ്ത് 1 മീറ്റർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, x1 y1 എന്ന് പറയുമ്പോൾ എത്ര വരും? x1 y1 x1 ഈസ് 0.5, y1 ഈസ് ആൾസോ 0.5. കാരണം ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് x1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, y1 എന്ന് പറഞ്ഞാലും 0.5 ആണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? 1/2 1/2 എന്ന് എഴുതിക്കോളൂ, നോ ഇഷ്യൂ. ദെൻ അതുകൊണ്ടാണ് NCERT ബുക്കിൽ നിങ്ങൾ 1/2 എന്നൊക്കെ കാണും. ഞാൻ 0.5 1/2 1/2 എന്ന് എഴുതി. ഇനി C2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണെന്ന് വിചാരിച്ചോളൂ. അയാളുടെ മാസ് M2 എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാളുടെ കോർഡിനേറ്റ്സ് എത്ര വരും? ഈ ഡിസ്റ്റൻസ് അല്ലേ അയാളുടെ x2, ഈ ഡിസ്റ്റൻസ് അല്ലേ അയാളുടെ y2. ഇപ്പം x2 y2 ഒന്ന് പറയൂ നിങ്ങൾ. C2ൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറയൂ. C2ൻ്റെ കോർഡിനേറ്റ്സ് x2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് 1 മീറ്റർ ആണ്, ഇത് 0.5 ആണ്. അപ്പോൾ 1 + 0.5 ദാറ്റ് ഈസ് 1.5. 1.5 നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് എഴുതാം. 3/2 കോമ. ഇനി y2 പറയൂ. y2 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 1/2 0.5 നേരത്തെ അതേപോലെ തന്നെ y1 പോലെ തന്നെ. അപ്പോൾ ഈ രണ്ടാമത്തെ മാസ് ഇതാണ് നമ്മൾ രണ്ടാമത്തെ മാസമായിട്ട് എടുത്തിരിക്കുന്നത്. അയാളുടെ കോർഡിനേറ്റ്സ് ആണ് 3/2 1/2. ക്ലിയർ അല്ലേ? ദെൻ ഇനി മൂന്നാമത്തെ മാസിലോട്ട് പോകാം. ഇയാളുടെ മാസ് നമുക്ക് M3 എന്ന് എടുക്കാം. M3 ഓക്കെ. അയാളുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാ x കോർഡിനേറ്റ്, ഇതാ y കോർഡിനേറ്റ്. ഇത് നമ്മൾ x3 എന്നും ഇത് y3 എന്നും എടുക്കുന്നു. അപ്പോൾ ഞാൻ പറയാം, C3യുടെ കോർഡിനേറ്റ്സ് പറയൂ. C3യുടെ കോർഡിനേറ്റ്സ് C3 ഈസ് ഈക്വൽ ടു x3 y3. സോ C3യുടെ കോർഡിനേറ്റ്സ് എന്ന് പറയും, നിങ്ങളെല്ലാവരും പറയൂ. x3 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ? ഇത് ആകെ 1 മീറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഹാഫ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1/2. അതുപോലെ തന്നെ y3 എന്ന് പറയുമ്പോൾ നോക്കൂ, ഇത് 1 മീറ്റർ ആണ്, പിന്നെ ഒരു 0.5 ഉണ്ട്. 1 + 0.5 1.5, അതായത് 3/2. എല്ലാം കിട്ടിയല്ലേ? ഓക്കെ, 3 പേരുടെയും കോർഡിനേറ്റ്സ് ആയി. ഇനി ആണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? ഇതാ ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്നും ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് XCM. XCM എങ്ങനെ കാണും? നിങ്ങൾ പറയൂ. XCM കാണാനുള്ള ഇക്വേഷൻ പറയൂ. M1 x1 + M2 x2 + M3 x3 by M1 + M2 + M3. M1 1 കിലോഗ്രാം, അയാളുടെ കോർഡിനേറ്റ് 1/2 പ്ലസ് M2 x2 വീണ്ടും 1 കിലോഗ്രാം × 3/2 പ്ലസ്
1 into 1 by 2 by total mass 1 plus 1 plus 1 it is 6 by 5. അതായത് ഈ ലെങ്ത് 6 by 5 ആണ്. 6 by 5 ക്ലിയർ അല്ലേ? 6 by 5. അതുപോലെ തന്നെ ഇനി YCM കാണാം നമുക്ക്. YCMന്റെ വാല്യൂ എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കൂ. ഇക്വേഷൻ വീണ്ടും ഉപയോഗിക്കുന്നു. M1 Y1 plus M2 Y2 plus M3 Y3 by total mass. ഓരോരോ കോർഡിനേറ്റ്സ് ആയിട്ട് ഇവിടുന്ന് കൊടുക്കൂ നിങ്ങൾ. എന്താ കിട്ടി? ഇറ്റ് ഈസ് അഗെയിൻ 5 by 6. അപ്പോൾ ഇതാ ഈ ലെങ്ത്തും 5 by 6 അല്ലേ? അപ്പം ഞാനിനി കോർഡിനേറ്റ്സ് ഒന്ന് റിമൂവ് ചെയ്യുന്നു. നോക്കൂ, ഇതാ XCM വെക്ടോറിയലി വേണോ? എങ്ങനെ എഴുതാം? 5 by 6 അല്ലേ? 5 by 6 ഇൻറ്റു ഐ ക്യാപ്പ്. ഈ ലെങ്ത് എന്തുകൊണ്ടാണ് ഐ ക്യാപ്പ് കൊടുത്തത്? എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അതുപോലെ തന്നെ YCM ഈസ് ഈക്വൽ എന്ത് എഴുതാം? YCM ഈസ് ഈക്വൽ ടു 5 by 6 ഇൻറ്റു ജെ ക്യാപ്പ്. കാരണം Y ഡയറക്ഷനിൽ നമ്മൾ ജെ ക്യാപ്പ് അല്ലേ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ പറയൂ, എന്താ പൊസിഷൻ വെക്ടർ? നമുക്ക് വരച്ച് കാണിച്ചു തരാം ഞാൻ. ഇതാണ് പൊസിഷൻ വെക്ടർ. റെഡ് കളറിൽ വരച്ചതാണ് പൊസിഷൻ വെക്ടർ. അതെങ്ങനെ കാണും? RCM ഈസ് ഈക്വൽ ടു വെക്ടോറിയലി എങ്ങനെ എഴുതാം? 5 by 6 ഐ ക്യാപ്പ് പ്ലസ് 5 by 6 ജെ ക്യാപ്പ്. സിമെട്രി ഉള്ളതുകൊണ്ടേ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെൻറ്റർ ഓഫ് മാസിന് സെയിമാ. ഓക്കെ, ദെൻ RCMന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ടെക്നിക്ക് പറയൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് സിമ്പിൾ ഇടണം അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 by 6 സ്ക്വയർ പ്ലസ് 5 by 6 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 by 6 ഇൻറ്റു 5 by 6 ഇൻറ്റു കോസ് 90. എന്താ കാരണം? ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ RCM കിട്ടുന്നു. RCM ഈസ് ഈക്വൽ ടു 5 by 6 സ്ക്വയർ പ്ലസ് 5 by 6 സ്ക്വയർ 2 ടൈംസ് 5 by 6 സ്ക്വയർ. അതിനെ √2 ഇൻറ്റു നമുക്ക് എന്താ എഴുതാം? 5 by 6 എന്ന് എഴുതി കൂടെ. √2 ഇൻറ്റു 5 by 6. അപ്പോൾ അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം നമ്മൾ പറയണം the magnitude of position vector of center of mass is at a distance √2 times 5 by 6 from this origin. കേട്ടോ? ഇപ്പം ഈ റെഡ് കളറിൽ വരച്ച ലൈനില്ലേ, ആ റെഡ് കളറിൽ വരച്ച ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് √2 ഇൻറ്റു 5 by 6. ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോക്കൂ, ഈ സൈഡ് എത്രയാ? 1 മീറ്റർ അല്ലേ? ഈ സൈഡും 1 മീറ്റർ അല്ലേ? ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഈ സൈഡ് 1 മീറ്റർ, ഈ സൈഡും 1 മീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണൽ ലെങ്ത് എന്തായിരിക്കും? ഈ ഡയഗണൽ ലെങ്ത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് √2. അപ്പൊ ഈ പ്രോബ്ലത്തിൽ O തൊട്ട് D വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? √2 അല്ലേ? √2. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് √2 ആണ്. എല്ലാവർക്കും അറിയാലോ അത്. 1 പെർപെൻഡിക്കുലർ ആയാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ √2. നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസ് ഏത് പോയിന്റിലാണ് വന്നത്? കുറച്ച് ഉള്ളിലോട്ടായിട്ടല്ലേ വന്നത്? ഈ പോയിന്റിലോട്ടല്ലേ വന്നത്? ഇവിടെ അല്ലേ സെൻറ്റർ ഓഫ് മാസ് വന്നത്? സെൻറ്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് നോക്കൂ, √2 ഇൻറ്റു 5 by 6. ക്ലിയർ അല്ലേ? 5 by 6 എന്ന് പറഞ്ഞ നമ്പർ, 5 by 6 എന്ന് പറഞ്ഞ നമ്പർ ലെസ് ദാൻ 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ RCM ഈസ് ലെസ് ദാൻ √2. RCM ഈസ് ലെസ് ദാൻ √2. ശരിയാവുന്നുണ്ട്? ഗ്രേറ്റർ ദാൻ √2 വരെയായിരുന്നെങ്കിൽ പുറത്തോട്ട് പോയി എന്നല്ലേ മീനിങ്. നമുക്ക് കിട്ടിയത് എന്താ? √2 ഇൻറ്റു 5 by 6. 5 by 6 is a number which is less than 1. That's why the center of mass lie within the L-shaped lamina itself. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? വിത്തിൻ ദ ലാമിന. ലാമിനയുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിൽ തന്നെയാണ് എന്ത് വരുന്നത്? സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് പറയാം സെൻറ്റർ ഓഫ് മാസ് ലൈ വിത്തിൻ ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി ഇറ്റ് സെൽഫ്. ക്ലിയർ ആയോ? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോബ്ലത്തിൽ ഞാൻ ഈ തിക്നെസ് ഉള്ള ഒരു 1 കിലോഗ്രാം ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇവിടെയും കൂടെ ഞാൻ അങ്ങ് ഫിറ്റ് ചെയ്തു സെയിം. ഇപ്പം എവിടെ സെൻറ്റർ ഓഫ് മാസ് വരും? ഇതാ ഇവിടെ വരും. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? √2 ആയിരിക്കും. √2 ഇതങ്ങ് റിമൂവ് ചെയ്താലോ? 5 by 6 ഇൻറ്റു √2 ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ √2. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒരു ടഫ് പ്രോബ്ലം ചെയ്യാം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ, NCERT അല്ല, നമ്മൾ ഒരു അഡീഷണൽ പ്രോബ്ലം നോക്കൂ.
center of mass of three particles of masses 1 kilogram, 2 kilogram, 3 kilogram lie at the point 1, 2, 3. 1 kilogram, 2 kilogram, 3 kilogram. ഇവരുടെ മൂന്ന് പേരുടെയും കൂടിയുള്ള സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? കോർഡിനേറ്റ്സ് 1, 2, 3. അപ്പോൾ 3 ഡയമെൻഷനാണ്. 1, 2, 3. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെറ്റ് കോർഡിനേറ്റ് എല്ലാം തന്നിട്ടുണ്ട്. ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് അനദർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതെവിടെ നോക്കൂ നിങ്ങൾ, എവിടെ തന്നിരിക്കുന്നത്? അനദർ സിസ്റ്റം 3 kilogram and 2 kilogram lie at the point -1, 3, -2. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. വേർ ഷുഡ് വി പുട്ട് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5 kilogram so that center of mass of the entire system lie at the center of mass of the first system? മനസ്സിലായോ? ആദ്യം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം നോക്കൂ. 1 kilogram, 2 kilogram, 3 kilogram. അതിൻ്റെ കോർഡിനേറ്റ്സ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1, 2, 3. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഈ മൂന്ന് പേരും കൂടെ സിംഗിൾ മാസ് ആണെന്ന് വിചാരിച്ചോളൂ. 1 kilogram plus 2 kilogram, 3 plus 3, 6 kilogram. അപ്പോൾ ആ 6 kilogramമിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഇത്. നോക്കിക്കോളൂ, മാസ് ഓഫ് സിസ്റ്റം 1. സിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ ചെയ്തത് 1 കിലോഗ്രാമും 2 കിലോഗ്രാമും 3 കിലോഗ്രാമും ചേർന്നതിനെയാണ് ഞാൻ സിസ്റ്റം നമ്പർ 1 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് m1 ഈസ് ഈക്വൽ ടു 1 plus 2 plus 3, 6 kilogram located at 1, 2, 3. See, located at 1, 2, 3. അത് ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് വരാം. സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 3 കിലോഗ്രാമും 2 കിലോഗ്രാമും ടോട്ടൽ എത്ര ആയി? 5 കിലോഗ്രാം. 5 കിലോഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് എത്ര? -1, 3, -2. ദാ -1, 3, -2. അതിനെയാണ് നമ്മൾ മാസ് ഓഫ് സിസ്റ്റം 2 എന്ന് പറഞ്ഞു. 3 plus 2, 5 kilogram located at -1, 3, -2. അതും ക്ലിയർ ആയില്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ സിസ്റ്റം 3 എടുത്തു, അതിൽ ഒറ്റ മാസേ ഉള്ളൂ 5 കിലോഗ്രാം. അവിടെയാണ് പ്രശ്നം. ആ 5 കിലോഗ്രാമിൻ്റെ കോർഡിനേറ്റ്സ് എവിടെ? അതായത് x3, y3, z3 എവിടെ? അതുകൊണ്ട് മാസ് ഓഫ് ദ സിസ്റ്റം 3 5 കിലോഗ്രാം ലൊക്കേറ്റഡ് അറ്റ് XYZ എവിടെയോ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരും കൂടെ ചേർന്നു, മാസ് സിസ്റ്റം 1, മാസ് സിസ്റ്റം 2, മാസ് സിസ്റ്റം 3, ഇത് മൂന്നും കൂടെ ചേർന്നാൽ XCM, YCM, ZCM എവിടെ വരണം? തന്നിട്ടുണ്ടോ പ്രോബ്ലത്തിൽ? യെസ്, തന്നിട്ടുണ്ട്. 1, 2, 3. എന്താ കാരണം? പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഓഫ് മാസ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ലൈ അറ്റ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഫസ്റ്റ് സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഫസ്റ്റ് സിസ്റ്റം, അതിൻ്റെ മാസ് 1 plus 2 plus 3, 6 കിലോഗ്രാം, അയാളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സിസ്റ്റം 3 plus 2, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ 5 കിലോഗ്രാം ആണ്, അയാളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. പക്ഷെ അയാളെ കൂടെ ഇൻസർട്ട് ചെയ്തപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? 1, 2, 3ലാണെന്ന്. അതെങ്ങനെയാണ് മനസ്സിലായത് 1, 2, 3ലാണെന്ന്? പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻറ്റയർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കോയിൻസൈഡ് ചെയ്തു എന്ന്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. XCM ഈസ് ഈക്വൽ ടു, കമോൺ എന്ന് പറയും നിങ്ങൾ, m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2 പ്ലസ് m3. മൂന്ന് സിസ്റ്റമായിട്ട് എടുത്തു അല്ലേ? XCM നമുക്കറിയാം 1, 2, 3 ആണ് കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ XCM എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പറയൂ, എന്തായിരിക്കും XCM? ഇതാ 1. അപ്പോൾ 1 ഈക്വൽ ടു m1 x1. m1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ മാസ് 6 കിലോഗ്രാം. അയാളുടെ കോർഡിനേറ്റ് നമുക്കറിയാം 1ൽ തന്നെ ഇൻറ്റു 1 പ്ലസ് m2 x2. m2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സിസ്റ്റം, ടോട്ടൽ മാസ് 5 കിലോഗ്രാം, 5 ഇൻറ്റു അയാളുടെ കോർഡിനേറ്റ് നോക്കൂ, ദാ -1 ഇൻറ്റു -1 പ്ലസ് m3 എന്ന് പറയുമ്പോൾ നമ്മുടെ 5 കിലോഗ്രാം മാസ് ഇൻറ്റു x3 ആണ് നമുക്ക് കാണേണ്ടത്. ആ x3 ആണ് ഞാനിവിടെ XYZ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. x3 ആണ് നമുക്ക് കാണേണ്ടത്. എന്താണ് അയാളുടെ കോർഡിനേറ്റ്?
ഫോർ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ലൈ അറ്റ് 1, 2, 3. ഓക്കെ, ബൈ ടോട്ടൽ മാസ് എന്ന് പറയും നിങ്ങൾ. ടോട്ടൽ മാസ് ഇയാളുടെ 6 ഉണ്ട്, ഇയാളുടെ 5 ഉണ്ട്. 6 + 5 11, 11 + 5 16. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക്. 16 ഈസ് ഈക്വൽ ടു 6 + -5 + 5x3. കറക്റ്റ് അല്ലേ? 6 - 5 1. അപ്പോൾ 5x3 ഈസ് ഈക്വൽ ടു 6 - 5 1 വരും. ആ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുന്നു. അപ്പോൾ 16 മൈനസ്, അപ്പം നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 15. അപ്പോൾ x3 ഈസ് ഈക്വൽ ടു എത്ര വരുന്നു നിങ്ങൾ പറയൂ? x3 ഈസ് ഈക്വൽ ടു 15/5, ദാറ്റ് ഈസ് 3. ഇപ്പോൾ x3 3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കൂ നിങ്ങൾ. x3 ഇതിൽ 0 ആണ്, അപ്പോൾ അതല്ല. ഇവിടെ 1 അതുമല്ല, സി അതുമല്ല. യെസ്, ഇതാ വരുന്നു 3. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് കിട്ടി. നോക്കൂ, ഫസ്റ്റ് കോർഡിനേറ്റ് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ഓപ്ഷനല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇനി എന്ത് കാണേണ്ട കാര്യമില്ല. y കോർഡിനേറ്റും z കോർഡിനേറ്റും കാണേണ്ട കാര്യമില്ല. ഇത് തന്നെയായിരിക്കണം ആൻസർ. കാരണം XCM കണ്ടു, അല്ലെങ്കിൽ x3 കണ്ടു. XCM നമുക്ക് അറിയാം കേട്ടോ. x3 കണ്ടപ്പോൾ നമുക്ക് 3 എന്നല്ലേ വന്നത്. 3 വരുന്ന ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഏതാ? 3, 1, 8. ദാറ്റ് ഈസ് അവർ ചോയ്സ് ഈസ് ഡി. ക്ലിയർ ആയോ? ഇനി ഇതുപോലെ നിങ്ങൾക്ക് കാണാം കേട്ടോ. മെത്തേഡ് ഉപയോഗിക്കാം. YCM ഈസ് ഈക്വൽ ടു M1 Y1 + M2 Y2 + M3 Y3/M1 + M2 + M3. അതിൽ YCMൻ്റെ വാല്യൂ നോക്കൂ. YCMൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. YCMൻ്റെ വാല്യൂ 2 വരണം. എന്നിട്ട് നിങ്ങൾ അത് ബാക്കി ഫിനിഷ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. ഒരെണ്ണം കിട്ടിയ ബാക്കി 2 എണ്ണം ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്, 2 ഹോംവർക്ക് തരട്ടെ. സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. കാണുമ്പോൾ തോന്നും ഭയങ്കര പ്രോബ്ലം ആണെന്ന്, പക്ഷെ വെരി സിമ്പിൾ. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. എന്നിട്ട് എനിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, സാർ എനിക്ക് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് കൂടെയാണ്. ഒന്നുകിൽ നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ തരാം. ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തോളൂ. 9884704140. അതായത് ചെയ്ത് കഴിഞ്ഞ ഉടനെ, അതായത് ആൻസർ കിട്ടിയ ഉടനെ എന്നെ ഇൻഫോം ചെയ്യണം. നിങ്ങളുടെ സിൻസിയറിറ്റി ലെവൽ ടെസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്നു. നോക്കൂ. എ കാർപ്പൻറ്റർ ഹാസ് കൺസ്ട്രക്റ്റഡ് എ ടോയ്. ഒരു ടോയ് ആണ് കേട്ടോ. ടോയ്. In the adjoining figure, if the density of the material of the sphere is 12 times that of cone, the position of center of mass of the toy is. എല്ലാം പറഞ്ഞിരിക്കുന്നു. നോക്കി നോക്കൂ. ഒറിജിൻ എവിടെ ചൂസ് ചെയ്തോളാൻ പ്രോബ്ലത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രം ഓ. അപ്പം 4 ചോയ്സുകളിലും ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറിജിൻ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒറിജിൻ ചൂസ് ചെയ്യാം. എന്തുകൊണ്ട് അവിടെ ചൂസ് ചെയ്തു? പ്രോബ്ലത്തിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കീ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. കണ്ടോ, എല്ലാം ഓ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എക്സ് ആക്സിസ് ആക്കിയും അതുപോലെ മുകളിലേക്ക് നമുക്ക് വൈ ആക്സിസ് ആയിട്ടും ചൂസ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. XY 2 ഓബ്ജക്റ്റുകളാണ്. നോക്കൂ, ഇയാളും ഒരു കോൺ അല്ലേ, സോളിഡ് ആയിട്ടുള്ള കോൺ, സോളിഡ് കോൺ. ഇതാരാണ്? ഒരു സ്ഫിയർ ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഫിയർ. ഓക്കെ, ഇയാളുടെ ഹൈറ്റ് ഉണ്ടല്ലോ h. കോണിന്റെ ഹൈറ്റ് h തന്നിട്ടുണ്ട്. h. ഓക്കെ, ഇയാളുടെ ഡയമീറ്റർ 2r എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ O1 എന്ന് പറയുന്ന ബോഡി, അതായത് O1 എന്ന് പറയുമ്പോൾ കോണിന്റെ സെന്റർ ആണ്. കോൺ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ. അയാളുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 0. എന്തുകൊണ്ടാണ് എക്സ് കോർഡിനേറ്റ് 0? കാരണം നമ്മൾ അങ്ങോട്ടല്ലേ എക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 അല്ലേ വരിക. വൈ കോർഡിനേറ്റ് എത്ര? ഞാൻ പറഞ്ഞുതരാം, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർ എ സോളിഡ് കോൺ ദ സെന്റർ ഓഫ് മാസ് ഈസ് അറ്റ് എ ഹൈറ്റ് h/4 ഫ്രം ദ ബേസ്. h/4 ഫ്രം ദ ബേസ് ഓർ 3h/4 ഫ്രം ദ വെർട്ടെക്സ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, അതിന് പുതിയൊരു പ്രൊസീജിയർ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർ എ സോളിഡ് കോൺ ദ സെന്റർ ഓഫ് മാസ് ഈസ് അറ്റ് എ ഹൈറ്റ് h/4 ഫ്രം ദ ബേസ്. അപ്പം ഞാൻ കോർഡിനേറ്റ്സ് കൊടുത്തു h/4. നോക്കൂ, h ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, h ഈസ് ഈക്വൽ 4r. അപ്പം h/4 എന്താണ് നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ചെയ്യണേ. ദെൻ O2 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസിലോട്ട് പോവാം. നമ്മൾ ഈ ഒറിജിനെ ബേസ് ചെയ്തല്ലേ പറയുന്നത്. അയാളെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് y കോർഡിനേറ്റ്, x ഇങ്ങോട്ടാണ്. അപ്പോൾ അയാളിന് x കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, y കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഈ എച്ചും വരുന്നുണ്ട്, പ്ലസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ വേണ്ടേ, അതായത് ഇത് വരെയുള്ള ഡിസ്റ്റൻസ് വേണ്ടേ. അപ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടി വരും? h കോർഡിനേറ്റ് ഈസ് h+r. ഫിഗറിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് h+r വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ പ്രോബ്ലത്തിൽ XCM വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആണ്. കാരണം നമ്മൾ ഇവിടെ ഒറിജിൻ ചൂസ് ചെയ്തത് കാരണം സെൻട്രൽ ഓഫ് മാസ് കിടക്കുന്ന ഈ ലൈനിലാന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അയാളുടെ x കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് XCM 0 ആണ്. YCM കാണണം അല്ലേ? YCM കാണാനുള്ള ഇക്വേഷൻ പറയൂ. m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2. എന്തുകൊണ്ടാണ് രണ്ടുപേര്? ഒരു കോണും ഉണ്ട്, പിന്നെ ഒരു സോളിഡ് സ്ഫിയറും ഉണ്ട്. m1 എന്ന് പറയുമ്പോൾ സോളിഡ് ആയിട്ടുള്ള കോണിന്റെ മാസ് ആണ്. കോണിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ മാത്തമാറ്റിക്സ് ബുക്ക് നോക്കി കണ്ടുപിടിക്കണം. m1 ഞാൻ പറഞ്ഞായിരുന്നോ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. y1 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞുതരാം. കാരണം m1 നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ എത്തുന്നതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂരമാണ് y1. ഈ ദൂരം നമ്മൾ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്, ആരാണ്? h/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് m2 എന്ന് പറയുമ്പോൾ നമ്മുടെ ആരുടെ മാസാണ്? ഈ സോളിഡ് സ്ഫിയറിന്റെ മാസാണ്. സോളിഡ് സ്ഫിയറിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ അറിയോ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോളിഡ് സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ? ഞാൻ പറഞ്ഞായിരുന്നോ? സോളിഡ് സ്ഫിയറിന്റെ വോളിയം പറഞ്ഞു തരില്ല, നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യണം കേട്ടോ. ഇൻറ്റു y2 ഡെൻസിറ്റി തന്നിട്ടുണ്ടോ? ഡെൻസിറ്റികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ്, കാരണം ഈ മാസ് എടുക്കുമ്പോൾ മാസ് ഈസ് ഈക്വൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നാണല്ലോ. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെൻസിറ്റിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ബൈ m1 പ്ലസ് m2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും ആൻസർ കണ്ടുപിടിക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സിൻസിയറിറ്റി ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോംവർക്ക് നമ്പർ 1. ഇതൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫിഗർ കാണുന്നു, ഒരു പ്രീവിയസ്ലി ആസ്ക്ഡ് ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളാണ് കേട്ടോ. ദെൻ ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഹോംവർക്ക് നമ്പർ 2. ഇത് ആക്ച്വലി JEE അഡ്വാൻസ്ഡ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. JEE അഡ്വാൻസ്ഡ്. പക്ഷേ ഞാൻ പറയുന്നത് മെഡിക്കൽ സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാതെ വിടുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ലെങ്തി ക്വസ്റ്റ്യൻ, പിന്നെ ഫിഗർ എല്ലാം ഉണ്ട്, ടഫാണെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്താലോ? ഹോംവർക്കാണ്, ഞാൻ പ്രൊസീജിയർ പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ്. 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. നോക്കൂ, ലുക്ക് അറ്റ് ദ ഡ്രോയിങ് ഗിവൺ ഇൻ ഫിഗർ. അതാണ് ഡ്രോയിങ്. വിച്ച് ഹാസ് ബീൻ ഡ്രോൺ വിത്ത് ഇങ്ക് ഓഫ് യൂണിഫോം ലൈൻ തിക്നെസ്. യൂണിഫോം ലൈൻ തിക്നെസ്. അപ്പോൾ നോക്കൂ, ഇതാ 2 സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. The mass of ink used to draw each of the 2 inner circles and each of the 2 line segment is m. ശ്രദ്ധിച്ചു വായിക്കണേ. മാസ് തന്നിട്ടുണ്ട്, എങ്ങനെയെന്ന് പറയൂ? മാസിന്റെ വാല്യൂ എന്ന് പറയൂ. ഇങ്ക്, ദ മാസ് ഓഫ് ഇങ്ക് യൂസ്ഡ് ടു ഡ്രോ ഈച്ച് ഓഫ് ദ 2 ഇന്നർ സർക്കിൾസ്. ദ ഇന്നർ സർക്കിൾ, 2 ഇന്നർ സർക്കിൾ ഉണ്ട്. ഈച്ച് ഓഫ് ദ 2 ലൈൻ സെഗ്മെന്റ്സ്, ഒരു വെർട്ടിക്കൽ സെഗ്മെന്റും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ സെഗ്മെന്റും ഉണ്ട്. ടു ഡ്രോ ദ ഔട്ടർ സർക്കിൾ ഈസ് 6m. നോക്കൂ, ഔട്ടർ സർക്കിൾ ഞാൻ ബ്ലാക്ക് കളറിൽ വരച്ചിട്ടുണ്ട്. ആ ഔട്ടർ സർക്കിളിന്റെ മാസ് 6m. അപ്പോൾ ഇതാ ഈ സർക്കിളിന്റെ മാസ് m ആണ്, ഇങ്കിന്റെ മാസാണ് കേട്ടോ.
അതുപോലെ ഈ സർക്കിളിൻ്റെ മാസും എം ആണ്, ഈ ലൈൻ്റെ മാസം എം ആണ്, ഈ ലൈൻ്റെ മാസം എം ആണ്. പക്ഷേ ഈ ഔട്ടർ സർക്കിളിൻ്റെ മാസം എത്രയാണ്? 6m ആണ്. ക്ലിയർ അല്ലേ? ദെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റേഴ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് പാർട്സ് ആർ, ഓരോരുത്തരുടെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, ഔട്ടർ സ്ഫിയറിൻ്റെ കോർഡിനേറ്റ്സ് 0 0. ഔട്ടർ സർക്കിൾ അതായത് ഇയാളുടെ കോർഡിനേറ്റ്സ് 0 0, അതായത് ഒറിജിൻ. ഇപ്പോൾ സർക്കിളിൻ്റെ ഒറിജിനാണ് നമ്മൾ എന്താക്കി എടുത്തിരിക്കുന്നത്, ഇവിടെ സെൻറ്ററാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, ഒറിജിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഇന്നർ സർക്കിൾ -AA, ലെഫ്റ്റ് ഈ സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? -AA. റൈറ്റ് സർക്കിളിൻ്റെ AA, ഇതാ റൈറ്റ് സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ് AA. വെർട്ടിക്കൽ ലൈൻ 0 0. ഓഹോ, ഈ വെർട്ടിക്കൽ ലൈൻ വെച്ചിരിക്കുന്നത് കറക്റ്റ് എവിടെയാണ്? സർക്കിളിന്റെ സെന്ററിലാണ്. അതുകൊണ്ടാണ് 0 0. ഇതാ കണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻ അത് തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ 0 -A. അപ്പൊ ഇതിലെല്ലാം ഇതിന്റെ മാസം M ആണ്, അയാളുടെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നു. ഇതിന്റെ മാസം M ആണ്, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നു. വെർട്ടിക്കൽ ലൈനിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ലൈനിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, സർക്കിളിന്റെ കോർഡിനേറ്റും തന്നിട്ടുണ്ട്, വലിയ സർക്കിളിന്റെ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? The y coordinate of the center of mass of the ink in the drawing is, yes, YCM കാണണം. YCM കാണാനുള്ള ഇക്വേഷൻ പറയും എല്ലാവരും. YCM is equal to XCM is equal to M1 x1 plus M2 x2 plus M3 x3 plus M4 x4. എത്ര പേരുണ്ട്? 1 2 3 4 5 പേരുണ്ട്. M5 x5 by M1 plus M2 plus M3 plus M4 plus M5. നമ്മളോട് y കോർഡിനേറ്റ് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? നോക്കൂ, എന്താ y കോർഡിനേറ്റ്. അപ്പോൾ നിങ്ങൾ YCM കാണാൻ എന്ത് ചെയ്യണം? YCM is equal to M1 y1 പ്ലസ്, അത് ആ ബിഗ് സർക്കിളാന്ന് വിചാരിച്ചോളൂ, പ്ലസ് M2 y2 പ്ലസ്, അത് ഈ ചെറിയ സർക്കിളാന്ന് വിചാരിച്ചോളൂ, പ്ലസ് M3 y3, അത് ഈ റൈറ്റ് സൈഡിലുള്ള സർക്കിളാന്ന് വിചാരിച്ചോളൂ, M4 y4, അത് ഈ വെർട്ടിക്കൽ ലൈനാന്ന് വിചാരിച്ചോളൂ, M5 y5, അത് ഈ ഹൊറിസോണ്ടൽ ലൈനാന്ന് വിചാരിച്ചോളൂ, ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മാസ് ആഡ് ചെയ്യണം. ഇവന്റെ മാസ് പ്ലസ് ഇവന്റെ മാസ് പ്ലസ് ഇവന്റെ മാസ് പ്ലസ് ഇവന്റെ മാസ് പ്ലസ് ഈ ബ്ലാക്ക് കളർ ഡ്രോയിങ്ങിന്റെ മാസ്. ബാക്കി നിങ്ങൾ ചെയ്യുമല്ലോ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക്. ഇതിൽ ഞാൻ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു, ആ സോളിഡ് കോണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള പ്രൊസീജിയർ. ആ പ്രൊസീജിയർ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഡിസ്ക്രീറ്റ് മാസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കൊരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ വന്നാൽ എങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കാണും? വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.